ചെമ്പനിപ്പ് സീരിയലിൻ്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. രേവതിക്ക് തലയ്ക്ക് അടിയേറ്റിട്ട് ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നുള്ള കാര്യം സച്ചി തന്നെ ലക്ഷ്മിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അത് കേട്ടത് മുതൽ തന്നെ ലക്ഷ്മിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിട്ടാണ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ശരത്ത് കയറി വരുന്നത്. അമ്മയുടെ നിപ്പും അതുപോലെ സങ്കടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ കാര്യം അന്വേഷിക്കുന്നുണ്ട്. നിന്നെ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോലത് എന്ന് പറഞ്ഞിട്ട് ശരത്തിനടുത്ത് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അമ്മ കാര്യം എന്താണെങ്കിലും ആദ്യം പറയൂ എന്ന് ശരത്ത് പറയുന്ന സമയത്താണ് നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞിട്ടുണ്ടടാ ആ ആന്റണിയുമായിട്ട് കൂട്ടുകൂടരുത് എന്നുള്ള കാര്യം. അതിനിപ്പോ അമ്മ എന്താ സംഭവിച്ചത്? ഇതിൽ കൂടുതൽ എന്താണ് സംഭവിക്കാനുള്ളത്? ആന്റണി നിന്റെ ചേച്ചിയെ തറയിൽ തള്ളിയിട്ടിട്ട് ചേച്ചിയുടെ തലയ്ക്ക് അടി പറ്റിയിട്ട് മുറിവ് പറ്റി ഹോസ്പിറ്റലാണ് കിടക്കുന്നത്. എൻ്റെ രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കില്ലടാ. അന്ന് സച്ചി നിന്നെ അടിച്ചപ്പോൾ എനിക്ക് ദേഷ്യം തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നിനക്ക് ആവശ്യമുള്ളത് തന്നെയായിരുന്നു എന്ന്. രേവതിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നിന്നെ സച്ചി വെച്ചേക്കില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തിലാണ് കേട്ടോ ആളുള്ളത്. കൂടുതലായിട്ട് ശരത്തിൻ്റെ അടുത്ത് വേറെ ഒന്നും പറയുന്നില്ല. നേരെ ഫോൺ എടുത്തിട്ട് ദേവുവിനെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയാണ്. ആ തക്കം നോക്കിയിട്ട് ശരത്താണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് ആന്റണിയെ കാണാൻ വേണ്ടിയിട്ടാണ്. ആന്റണിക്ക് സച്ചി കൈ പിടിച്ച് തിരിച്ചിട്ട് നല്ല വേദനയുണ്ട്. പക്ഷെ ഹോസ്പിറ്റലിൽ പോവാതെ തന്നെ അവിടെ നിൽക്കുവാണ് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, സച്ചി ആന്റണിയുടെ കൈ തിരിച്ചു ഓടിച്ചു എന്നുള്ള കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവന് തന്നെ അതൊരു നാണക്കേടാണ്. അതുകൊണ്ടാണ് പോവാതെ അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോഴാണ് ശരത്തിന്റെ വരവേ. ശരത്ത് വന്ന ഉടനെ തന്നെ ആന്റണിയുടെ കൂടെയുള്ള ഒരുത്തൻ പറയുന്നുണ്ട്, കണ്ടില്ലേ ശരത്തെ, നമ്മുടെ ആന്റണി ചേട്ടന്റെ കൈ തിരിച്ചു ഓടിച്ചു നിന്റെ സച്ചി. നിന്റെ ചേച്ചിയുടെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ചുമ്മാ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ഇല്ലെങ്കിൽ നീയൊക്കെ എന്ത് ചെയ്യുമായിരുന്നടാ? നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതോടുകൂടിയിട്ട് സച്ചേട്ടൻ വിട്ടിട്ട് പോയല്ലോ എന്ന് ഓർത്തിട്ട് നിങ്ങൾ സന്തോഷിച്ചോ? അതെന്താ ശരത്തെ നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ആന്റണിയും കൂട്ടരും ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട ശരത്താണെന്നുണ്ടെങ്കിൽ, ആന്റണി ചേട്ടാ, ഇതുവരെ ഞാൻ നിങ്ങളെ എവിടെയും വിട്ടുകൊടുത്തിട്ട് സംസാരിച്ചിട്ടില്ല. എൻ്റെ അമ്മയും ചേച്ചിയും എല്ലാവരും പറഞ്ഞപ്പോഴും നിങ്ങളാണ് പ്രധാനം എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്. എന്നാ ആന്റണി ചേട്ടൻ ഇങ്ങനെ ചെയ്തില്ലേ? ഞാൻ എന്ത് ചെയ്തു എന്ന് ശരത്തെ നീ ഈ പറയുന്നത്? കൂടുതൽ സംസാരിക്കണ്ട. എടാ ഞാനല്ലടാ സച്ചിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആന്റണി വീണ്ടും അവന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് മതി, നിർത്തിക്കോ. എന്റെ ചേച്ചിയെ തറയിൽ തള്ളിയിട്ടിട്ട് എന്റെ ചേച്ചിയുടെ തലയ്ക്ക് അടിപെട്ടു. എന്താ ഇത് നടന്നിട്ടില്ല എന്നുള്ള കാര്യമാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അല്ല ശരത്തെ, നിന്റെ ചേച്ചി എൻ്റെ അടുത്ത് ഓവറായിട്ട് സംസാരിച്ചു, അതുകൊണ്ടാണ് എന്ന് കരുതിയിട്ട് എൻ്റെ ചേച്ചിയുടെ മേൽ കൈവയ്ക്കോ നിങ്ങൾ? അങ്ങനെ ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണമായിരുന്നു. അത് ചെയ്യാതെ പെണ്ണുങ്ങളുടെ മേൽ കൈവയ്ക്കുന്നതാണോ നിങ്ങളുടെയൊക്കെ ശീലം? ഇത് നോക്ക് ആന്റണി ചേട്ടാ, എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഞാൻ നോക്കി നിൽക്കുന്നുള്ള കാര്യം നിങ്ങൾ വിചാരിക്കേണ്ട. എൻ്റെ ചേച്ചിയാണ് എന്നെ ചെറുപ്പം മുതൽ വളർത്തിയത്. എൻ്റെ കുടുംബം നന്നാവാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത്. ആന്റണി ചേട്ടന് പകരം വേറെ ആരെങ്കിലാണ് ചെയ്തതെന്ന് വെച്ച് ഞാൻ ഈ രീതിയിലായിരിക്കില്ലായിരുന്നു പ്രതികരിക്കുക. ആന്റണി ചേട്ടനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാതെ നിൽക്കുന്നത്. മര്യാദയ്ക്ക് എൻ്റെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ മാപ്പ് പറഞ്ഞോളണം. അത് കേട്ട ഉടനെ തന്നെ ആന്റണി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാനെന്തിനാ നിന്റെ ചേച്ചിയുടെ അടുത്ത് മാപ്പ് പറയുന്നതെന്ന്? അല്ലെങ്കിലും ഞാനല്ലല്ലോ അവളെ തേടി പോയിട്ട് ഇടിച്ചത്. അവള് എന്നെ തേടി ഇങ്ങോട്ടേക്കല്ലേ വന്നത്. എൻ്റെ പിള്ളേരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ നാണം കെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കി ചുമ്മാതിരിക്കോടാ? എത്ര നാളെന്ന് വിചാരിച്ചിട്ടാണ് നിന്റെ ചേച്ചിയെന്ന് വിചാരിച്ചിട്ട് വെറുതെ വിടുന്നത്? നിന്റെ ചേച്ചിക്ക് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ വെറുതെ വിടില്ലായിരുന്നു ഞാൻ. നീ എന്ത് ചെയ്യായിരുന്നു? ചെയ്തതിനാണല്ലോ ഇപ്പൊ സച്ചേട്ടൻ്റെ അടുത്ത് മേടിച്ചു കൂട്ടിയിരിക്കുന്നത്. മര്യാദയ്ക്ക് എന്റെ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് മാപ്പ് പറഞ്ഞോണം, ഇല്ലെങ്കിൽ ഞാൻ ഈ പരിസരത്തേക്ക് പോലും വരില്ല. അതോടുകൂടിയിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പും അവസാനിക്കും. എനിക്ക് സോറി ചോദിക്കാനൊന്നും പറ്റില്ല എന്ന് ആന്റണി മുഖത്തടിച്ച പോലെ പറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലും ചെയ്യില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. നിനക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് എന്റെ മര്യാദ വിട്ടുകളയാനൊന്നും പറ്റില്ല. ഓ അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നീ എപ്പോഴാണോ എൻ്റെ ചേച്ചിയെ അടിച്ചത് അതോടുകൂടിയിട്ട് നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. ഇനി നീ എന്നെ തേടി വരാൻ വേണ്ടി പാടില്ല, ഞാനും നിന്നെ തേടി വരില്ല എന്ന് പറഞ്ഞിട്ട് ശരത്ത് അങ്ങ് പോകുന്നുണ്ടേ. ശരത്ത് പോകുന്ന സമയത്ത് കൂടുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ ശരത്തെ ശരത്തെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും ആന്റണി ആണെങ്കിൽ അവൻ പോവട്ടെടാ, അവന് അവന്റെ ചേച്ചിയോടുള്ള സ്നേഹമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ നമ്മൾ തിരിച്ചു വിളിച്ചാലൊന്നും വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പോകുന്നവൻ പോട്ടടാ എന്ന് പറയാണ് കേട്ടോ ആന്റണി. തുടർന്ന് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഡോക്ടർ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. തലയ്ക്ക് അടിപെട്ടത് കൊണ്ട് തന്നെ ഒരുപക്ഷെ വോമിറ്റിംഗ് ടെൻഡൻസി മറ്റു വരുന്നുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ എന്തായാലും അവർക്ക് ഭക്ഷണം എന്തെങ്കിലും മേടിച്ചു കൊടുക്കും. 3 hours ഒബ്സർവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പുറത്തേക്ക് വരുന്ന സമയത്ത് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു നിനക്ക് വലിയ എന്തോ പറ്റി എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. കുറച്ചു നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ സച്ചിന് വല്ല പനിയും വന്നേനെ. ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം നീ എന്നെ കളിയാക്കുകയാണല്ലേ? ശരി, നീ എന്തായാലും അവിടെ പോയിരിക്കും, ഞാൻ പോയിട്ട് ജ്യൂസ് എന്തെങ്കിലും മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് അതൊന്നും വേണ്ട സച്ചേട്ടാന്ന് പറയുന്നുണ്ട്. രേവതി, നിന്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ
ഇപ്പൊ ജ്യൂസ് എന്തെങ്കിലും കുടിക്കണം, നീ മിണ്ടാതെ അവിടെ പോയിരിക്കാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് ജ്യൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് സച്ചി പോവുകയാണ്. സച്ചി പോയി കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് ദേവും ലക്ഷ്മിയും അതുപോലെ ശരത്തും കൂടി വരുന്നത്. വന്നോടെ തന്നെ ലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് മോളെ എന്താ പറ്റിയത്, തലയിൽ വലിയ കെട്ടൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ എനിക്ക് ഒന്നുമില്ല എന്ന് പറയണേ. ഒന്നുമില്ലാതെയാണോ രേവതി ഇത്രയും വലിയ കെട്ടൊക്കെ ഉള്ളത്, അമ്മ ടെൻഷൻ ആവുന്ന രീതിയിൽ ഒന്നുമില്ല. ചേച്ചി എന്തിനാ ചേച്ചി അവനെയൊക്കെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി പോയത്, ചേച്ചി അങ്ങനെ പോവായിരുന്നെങ്കിൽ എന്നെ വിളിച്ചുകൂടായിരുന്നു എന്നൊക്കെ ദേവ് ചോദിക്കുന്നുണ്ട്. തുടർന്ന് ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ അവൻ മോളെ പിടിച്ച് തള്ളി എന്നുള്ള കാര്യം സച്ചി മോനാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, അവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഗിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി എന്തായാലും അവന്റെ പേരിൽ പോലീസ് കേസ് കൊടുക്കണം എന്നുള്ള കാര്യം ദേവ് പറയുമ്പോൾ രേവതി നോക്കുന്നത് ശരത്തിനെയാണേ. ശരത്ത് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ്. അവന് വേണ്ടതൊക്കെ സച്ചേട്ടൻ കൊടുത്തിട്ടുണ്ട്, പോലീസിലൊന്നും കേസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. കണ്ടില്ലേടാ രേവതിക്ക് സംഭവിച്ചിരിക്കുന്നത്, എല്ലാത്തിനും നിന്നെ പറഞ്ഞാൽ മതി, നീ ഒറ്റൊരുത്തം കാരണമാണ് എങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയും ദേവും മാറി മാറി അടിക്കുന്നുണ്ട്. പക്ഷെ രണ്ടുപേരെയും രേവതി പിടിച്ചു മാറ്റുവാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാം സംഭവിക്കേണ്ടത് സംഭവിച്ചു, ഇനിയിപ്പോൾ അവൻ അടിച്ചിട്ട് എന്താണ് കാര്യം, ഇവൻ കാരണം ഇനി കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നടക്കാൻ വേണ്ടി പോകുന്നത്. പണ്ടൊരു ബൈക്ക് മോഷ്ടിച്ചതിന്റെ പേരിലാണ് നമ്മളെ വിട്ടു പോയത് നിന്റെ അച്ഛൻ, ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇവൻ എന്നെ ആയിരിക്കും കൊല്ലാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയുന്നതെന്ന്. ഞങ്ങൾ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞതാണ്, ഞങ്ങൾ പറഞ്ഞപ്പോഴേ അവനുമായിട്ടുള്ള കൂട്ട് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നടാ, ഇനിയും നിനക്ക് അവനെ മനസ്സിലായിട്ടില്ലെങ്കിൽ നീയൊക്കെ പഠിക്കാൻ പോകുന്നത് തന്നെ വേസ്റ്റ് ആണടാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ജ്യൂസ് മേടിച്ചിട്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവരെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല. സംസാരിക്കുന്നതൊക്കെ കേട്ടും കൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണേ. ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി ശരത്താണെങ്കിൽ ചേച്ചി വേദന ഉണ്ടോന്ന് ചോദിക്കുകയാണേ. ഇല്ലടാ എനിക്ക് വേദനയൊന്നുമില്ല, ചേച്ചി എന്തിനാണ് ആന്റണിയൊക്കെ കാണാൻ വേണ്ടി പോയെന്ന് ശരത്ത് ചോദിക്കുന്നുണ്ട്. എടാ എനിക്ക് നിന്നെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്, നിനക്ക് മോശപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള ഭയം കൊണ്ടാണടാ ഞാൻ പോയി കണ്ടത്. നീ അവരുമായിട്ട് കൂട്ടു തുടങ്ങിയപ്പോഴാണല്ലോ നമ്മുടെ അച്ഛൻ നമ്മളെ വിട്ടു പോയത്, അതുപോലെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, നീ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിയിട്ട് അമ്മയും അതുപോലെ തന്നെ ദേവുവിനെ നന്നായിട്ട് നോക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേടാ ഞാൻ കല്യാണം കഴിച്ചിട്ട് പോയത്, എന്നിട്ട് നീ തന്നെ ഇങ്ങനെ ചെയ്താലോ. കീഴ്ത്തട്ടിലുള്ള കുടുംബങ്ങളൊക്കെ മുന്നേറി വരാൻ വേണ്ടിയിട്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ശരത്തെ നിനക്കറിയോ, നമുക്ക് നല്ല പഠിപ്പും അതുപോലെ തന്നെ നല്ല ജോലി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നേറി വരാൻ വേണ്ടി പറ്റും. എന്നാൽ ഇതുപോലത്തെ മോശപ്പെട്ട കൂട്ടുകെട്ടും കുടിയും അതുപോലെ സിഗരറ്റ് വലിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മുന്നേറാൻ വേണ്ടി പറ്റില്ല. ഇതെല്ലാം ശരത്തെ ഞങ്ങൾ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തിന് സച്ചേട്ടന് നിന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ചീത്ത വിളിക്കുന്നത്, നീ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ശരത്തെ എന്ന് പറഞ്ഞിട്ട് രേവതി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുമ്പോഴേക്കും ശരത്തിന് സങ്കടമാവുകയും ശരത്ത് അങ്ങ് കരയാൻ വേണ്ടി തുടങ്ങുവാണ്. ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണ്, ആന്റണി ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ചേച്ചി, എല്ലാം എന്റെ തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ആന്റണിയെ ഞാൻ വിശ്വസിച്ചത്, എന്നാൽ ചേച്ചിയും അതുപോലെ അമ്മയും ദേവും കഴിഞ്ഞിട്ട് ഈ ലോകത്ത് എനിക്ക് മറ്റെന്തോ ഉള്ളൂ. ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ചേച്ചിയുടെ പഠിപ്പ് വിട്ടത്, അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല ചേച്ചി. എന്തിന് ആന്റണിയുടെ കൂടെ ഞാൻ ജോലിക്ക് പോകുന്നതും നമ്മുടെ കുടുംബത്തെ മുന്നേറ്റി കൊണ്ടുവരാൻ വേണ്ടി മാത്രമായിരുന്നു ചേച്ചി. അങ്ങനെ എങ്ങനെങ്കിലും സമ്പാദിക്കണം എന്നുള്ള കാര്യം ഒരിക്കലും ശരത്തെ വിചാരിക്കരുത്, നേർമയോട് കൂടിയിട്ട് സമ്പാദിക്കണം. അങ്ങനെ സമ്പാദിച്ച് കഴിക്കുന്ന ഭക്ഷണം മാത്രമേ നമ്മുടെ ശരീരത്തെ പിടിക്കുകയുള്ളൂ. നീ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല ജോലിക്ക് പോയാൽ മതി, അതാണ് ഞങ്ങൾക്ക് സന്തോഷമായിട്ടുള്ള കാര്യം. ശരി ചേച്ചി, ഞാനിനി ചേച്ചി പറഞ്ഞത് കേട്ടോളാം, ഇനി ഞാൻ ഒരിക്കലും ആ ആന്റണിയുടെ പുറകെ പോവില്ല. അവനെ ഞാൻ നന്നായിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട് ചേച്ചി, ഇനി ഞാൻ എന്തായാലും അവന്റെ കൂടെ പോവില്ല, ഇനി ഞാൻ ഒരിക്കലും ചേച്ചി അവന്റെ കൂടെ പോവില്ല എന്ന് വീണ്ടും ശരത്ത് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയ്ക്കും അതുപോലെ ദേവുവിനും രേവതിക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സച്ചിയും ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, സച്ചിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. ശരത്തിന്റെ ആ മാറ്റം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ അത് മാത്രം മതി, നീ നല്ല പയ്യനാണ്, നീ പഠിപ്പിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി, എല്ലാത്തിലും നീ നന്നായിട്ട് തന്നെ വരും. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ, അത് തന്നെ ഭാഗ്യം. ഇപ്പോഴും ഇവന് ബുദ്ധി തോന്നിയിട്ടില്ലായിരുന്നെങ്കിൽ ഇവനെ ഞാൻ അടിച്ചു കൊന്നേനെന്ന് ദേവ് പറയുന്നുണ്ട്. എന്തായാലും ശരത്തെ, എനിക്ക് അടി കിട്ടിയാൽ മാത്രമേ നീ തിരുത്തുള്ളൂ എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ അടി എപ്പോഴേ മേടിച്ചേനെന്ന് പറയാണേ. ആഹാ, ഇത് നല്ല കഥയാണല്ലോ, എന്റെ ഭാര്യ അടി വാങ്ങിയിട്ട് വേണോ നീ തിരുത്താൻ വേണ്ടിയിട്ട്, എന്നിട്ട് അത് കണ്ട് ഞാൻ ചുമ്മാ ഇരിക്കുന്നതാണോ വിചാരം. ഇത് നോക്ക് സച്ചിയേട്ടാ, ഇനി എന്തായാലും ഇവൻ ആന്റണിയുടെ പുറകെ പോയില്ല എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് രേവതി സച്ചിയെ അറിയിക്കുമ്പോൾ കേട്ടു എന്തായാലും നല്ല രീതിയിൽ പോയാൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞ് രേവതിക്ക് ഡോക്ടർ എന്താ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ദേവ് ചോദിക്കുന്നുണ്ട്. രേവതിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാ പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുന്നൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് സച്ചിൻ രേവതിയും കൂടി തിരിച്ച് വീട്ടിലെത്തുകയാണ്. രേവതിയുടെ തലയിൽ വലിയ കെട്ട് കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് രേവതിക്ക് പറ്റിയ എന്നുള്ള കാര്യം. രവി അത് അച്ഛ ആന്റണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുമ്പോഴേക്കും സച്ചി ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, അച്ഛ വണ്ടി ഓടിച്ചു വരുന്ന സമയത്ത് വീണതാണ് എന്നുള്ള കാര്യം, വീണിട്ട് തല ചെന്നിട്ട്
കല്ലിലടിച്ചു എന്ന്. മോളെ വലിയ മുറിവാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല അച്ഛാ, ചെറിയ മുറിവാണ്, വലിയ കെട്ട് കെട്ടി അത്രേ ഉള്ളൂ, മോളെ ശ്രദ്ധിച്ചിട്ടൊക്കെ വേണ്ടേ പോവാൻ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവി. ഇത് കേട്ടോടനെ സച്ചി ആര് പറഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛാ, എല്ലാത്തിനും പെടപ്പല്ലേ, ഇതുകൊണ്ടൊക്കെയാ പറയുന്നത് ഭർത്താക്കന്മാരുടെ വാക്ക് കേൾക്കണോ എന്ന്. എടാ അവൾ അടിപ്പെട്ട് വന്നിരിക്കുകയല്ലേ, ഇപ്പോഴാണ് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. അപ്പോഴാണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. എന്താണ് നിന്റെ തലയിൽ കെട്ടൊക്കെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ. അത് അവള് വണ്ടിയിൽ നിന്ന് വീണതാണ് ചന്ദ്ര എന്നുള്ള കാര്യം രവി പറയുന്നത് കേൾക്കുന്ന ഉടനെ തന്നെ ഭയങ്കര ടെൻഷനായിട്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. എടി നിനക്കെന്താടി നോക്കിയും കണ്ട് പോകാൻ വേണ്ടിയിട്ടറിയില്ലേ, നിന്റെ കണ്ണ് എവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കണ്ണ് മുഖത്തല്ലാണ്ട് പിന്നെ വേറെ എവിടെ വെക്കാന്ന് സച്ചി അവിടെ നിന്ന് കമന്ററി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേരെ നോക്കി പോവണ്ടേ, ശ്രദ്ധ എപ്പോഴും വണ്ടി ഓടിക്കുന്നതിലായിരിക്കണം. അതിൽ വരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നന്നായിട്ട് അറിയാലോ, എന്താ വണ്ടി നിനക്ക് നന്നായിട്ട് ഓടിക്കാൻ അറിയില്ലേ, എപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രമാണല്ലോ ശ്രദ്ധ, വീട്ടിലും എല്ലായിടത്തും ഒതുങ്ങിയിരുന്നായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. ഇപ്പോഴും ചന്ദ്ര നിനക്കൊന്നും മിണ്ടാതിരുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചതല്ല, സൂക്ഷിച്ചും കണ്ടൊക്കെ പോണ്ടേ എന്നുള്ള കാര്യം ചോദിച്ചതാണ്. തലയ്ക്ക് നന്നായിട്ട് മുറിവ് പറ്റിയിട്ടുണ്ടോ? ചന്ദ്രയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ അതും രേവതിയുടെ അടുത്താണല്ലോ ചോദിക്കുന്നത്. ഭയങ്കര അത്ഭുതത്തോട് കൂടിയിട്ട് സച്ചിയും അതുപോലെ തന്നെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇല്ലാമേ, ചെറിയ മുറിവാണ്, 2 ദിവസം കൊണ്ട് ഉണങ്ങുന്നാ പറഞ്ഞത്. ഓ അപ്പൊ ശരി, ഇന്ന് നീ ഭക്ഷണം ഉണ്ടാക്കില്ല അല്ലേ? കണ്ടില്ലേ അച്ഛാ, അവർക്ക് എപ്പോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും തിന്നുന്ന കാര്യം മാത്രമേ ഉള്ളൂ, നമുക്കെല്ലാവർക്കും ഭക്ഷണം കഴിച്ചല്ലേ പറ്റുള്ളൂ. എന്തായാലും അതിന് രേവതി തന്നെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ, ഇവിടെ 2 മരുമക്കൾ വേറെ ഉണ്ടല്ലോ, അവർക്ക് ഉണ്ടാക്കിയാൽ എന്താ? ഇല്ല അച്ഛാ, കുഴപ്പമില്ല, മരുന്ന് കഴിച്ചപ്പോ എനിക്ക് വേദനയ്ക്ക് നല്ല കുറവുണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് രേവതി പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ വേണ്ട വേണ്ട, നിനക്ക് തലയ്ക്ക് നല്ല മുറിവ് പറ്റിയിട്ടില്ലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവാണേ. ചന്ദ്രയുടെ ആ പോക്ക് കാണുമ്പോൾ രവി ഇങ്ങനെ നോക്കി നിന്ന് പോകുന്നുണ്ട് കേട്ടോ. കാരണം എന്ത് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും ചന്ദ്ര ഒരിക്കലും രേവതിക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കില്ലല്ലോ. അമ്മ തന്നെയാണോ അച്ഛാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? ഞാൻ വിചാരിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റാത്തതിന് ഇവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നു, പക്ഷെ അമ്മയാണെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുന്നു. അവൾ എപ്പോ ഏത് രീതിയിൽ നടക്കുന്നുള്ള കാര്യം ആർക്കാണ് അറിയുന്നത്? എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നടക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് കണ്ണു പറ്റിയിട്ടുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് കാറ് മേടിച്ചു, ബെസ്റ്റ് ജോഡി അവാർഡ് മേടിച്ചു, ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരുടെയും കണ്ണ് നിങ്ങളുടെ മേല് പറ്റിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്, എന്തിന് നമ്മുടെ കുടുംബത്തിൽ ഇവിടെ ഓടിപ്പോയവനുണ്ടല്ലോ, അവന്റെ കണ്ണ് തന്നെ പറ്റും, അവന് 4 കണ്ണാണുള്ളത്. ശരി ശരി, എന്തായാലും നമുക്ക് ഒരു ദിവസം എല്ലാവരും കൂടി ചേർന്നിട്ട് അമ്പലത്തിൽ പോവാം, തറവാട്ടില്. നീ രേവതി ഇപ്പൊ പോയിട്ട് റെസ്റ്റ് എടുക്ക് റൂമിലെന്ന് പറയുന്നുണ്ടേ. അല്ല അച്ഛനിപ്പോ കിടക്കുന്ന സമയല്ലേ, അതൊന്നും സാരില്ല, ഞാനിവിടെ എവിടെയെങ്കിലും കിടന്ന് വാങ്ങിക്കോളാം, നീ പോയിട്ട് റൂമിൽ റെസ്റ്റ് എടുക്കാൻ നോക്ക്. രേവതി അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, വാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ സച്ചി. തുടർന്ന് രാത്രിയിലാണ് കാണിക്കുന്നത്. രേവതിക്ക് വേണ്ടിയിട്ട് സച്ചി കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. രേവതിക്ക് വിശക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വിശപ്പില്ലെങ്കിലും കുറച്ചെങ്കിലും കഴിക്കണം, എന്തായാലും മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ. കഞ്ഞി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നീ എന്തിനാ രേവതി അവനെയൊക്കെ കാണാൻ വേണ്ടി പോയെന്ന് ചോദിക്കുന്നുണ്ടേ. ശരത്ത് മോശമായി പോരുതെന്ന് വിചാരിച്ചിട്ടാണ്, ഇത്രയും നാള് നിങ്ങൾക്ക് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചിന്തയും ഇല്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ടേ. അതല്ല സച്ചേട്ടാ, അവൻ ചീത്ത ശീലങ്ങളൊക്കെ ആരംഭിച്ചു. ഓ അതാണല്ലേ, അവൻ നന്നാവാൻ വേണ്ടിയിട്ട് നീ നിന്റെ രക്തം കളയേണ്ടി വന്നു, ഇനിയെങ്കിലും അവൻ തിരുത്തോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവൻ തന്നെ പറഞ്ഞല്ലോ ആന്റണിയുമായിട്ട് അടിയുണ്ടാക്കി അവൻ എന്നുള്ള കാര്യം. നീ ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ പോയത് കൊണ്ടല്ലേ ഇപ്പൊ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സച്ചേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എൻ്റെ അടുത്ത് പറയാതെ അവനെ കാണാൻ വേണ്ടി പോയ കാര്യത്തിൽ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, എന്നാ നിന്റെ തലയിൽ ബ്ലഡ് കണ്ട ആ നിമിഷം ഉണ്ടല്ലോ, എൻ്റെ ജീവൻ പോകുന്നത് പോലെയാണ് രേവതി എനിക്ക് തോന്നിയത്. ഇനി ദയവ് ചെയ്തിട്ട് രേവതി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്, നമുക്കിടയിൽ അടി വരും, അതൊക്കെ വേറെ കാര്യം, പക്ഷേ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അത് എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റില്ല. അത് കേൾക്കുമ്പോൾ രേവതിക്കും ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. കണ്ണിന്നൊക്കെ വെള്ളം വരുമ്പോൾ സച്ചി തന്നെ തുടച്ചു കൊടുത്തിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ ഇരുന്നും കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണേ. തുടർന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ കാണിക്കുന്നത്. ആന്റണിക്ക് കൈക്ക് നല്ല വേദനയുണ്ട്, പക്ഷെ ഡോക്ടറെ അടുത്ത് പോവാതെ ഇങ്ങനെ നിൽക്കുവാണേ. പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവന് നാണക്കേടാന്നുള്ള കാര്യം വിചാരിച്ചിട്ട് എന്തായാലും ആ ശരത്തിനും അതുപോലെ തന്നെ സച്ചിയും വെറുതെ വിടാൻ വേണ്ടി പാടില്ല. ഇപ്പൊ രണ്ടുപേരും ഒന്നിച്ചു എന്നുള്ള കാര്യമാണ് തോന്നുന്നത്. അതെ, രണ്ടുപേർക്കും കൂടി ചേർത്തിട്ട് എന്തെങ്കിലും ഒരു ആപ്പ് വെക്കണം. ആ കറക്റ്റ് സമയത്താണ് കേട്ടോ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യമാണെന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്താണെന്ന കാര്യം ആന്റണി ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത് കേട്ട ഉടനെ തന്നെ എത്ര രൂപയാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ശ്രുതി വന്നിരിക്കുന്നത് പണത്തിനാണെന്ന് കരുതിയിട്ട്. എന്നാ പണത്തിനല്ല താൻ വന്നിരിക്കുന്നത്, എന്നെ ഒരുത്തൻ ടോർച്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നോ? അവനെയാണല്ലോ നമ്മൾ അടിച്ച് ജയിലിലാക്കിയിട്ടുണ്ടായിരുന്നത്, എന്നാ അവൻ ഇപ്പൊ തിരികെ വന്നിട്ടുണ്ട്. തിരികെ വന്നോ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, അവൻ തിരികെ വന്നിട്ട് വീണ്ടും എൻ്റെ അടുത്ത് പണം ചോദിച്ചിട്ട് ശല്യം ചെയ്യാണ്. തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ പോരെ, അവൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് ശ്രുതി പറയാണേ.
അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, അവൻ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? എന്തായാലും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ തെറ്റും ഉണ്ടാകും. എന്താ അങ്ങനെയല്ലേ? ഇപ്പൊ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? ശരി, ഞാൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം ആന്റണി ചോദിക്കുകയാണേ. അവൻ ചെറിയ ചെറിയ എമൗണ്ട് ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വലിയ എമൗണ്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ എന്തായാലും അത്രയും പണമൊന്നുമില്ല. അവനെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്റെ ലൈഫിനെ തന്നെ ബാധിക്കും. അവൻ ഇനി എൻ്റെ പരിസരത്ത് പോലും വരരുത്. ഈ ഒരു ഹെൽപ്പ് മാത്രം എനിക്ക് വേണ്ടി ചെയ്തു തരണം എന്നുള്ള കാര്യം പറയുകയാണേ. ശ്രുതി ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ആന്റണിയുടെ മനസ്സിലേക്ക് വരുന്നത് സച്ചി ആന്റണിയെ അടിച്ചില്ലേ ആ ഒരു രംഗമാണേ. അത് മാത്രമല്ല, ശരത്താണെന്നുണ്ടെങ്കിൽ വന്നിട്ട് ആന്റണിയുടെ അടുത്ത് ദേഷ്യപ്പെട്ട് പോവുകയും ചെയ്തല്ലോ, ആ ഒരു രംഗം കൂടി. എത്ര പണം വേണമെങ്കിലും തരാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ആ ഹെൽപ്പ് ചെയ്തു തരുന്നതിന്. പണമൊന്നും വേണ്ട, നിങ്ങൾ എൻ്റെ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ പണമൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു ഉപകാരം ചെയ്തു തരുന്നതിന് നിങ്ങൾ തിരിച്ച് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്ന് പറയണേ. എനിക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ വീട്ടിൽ നിന്നും ഒരു സാധനം എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ സച്ചി നിങ്ങളുടെ ഭർത്താവിന്റെ അനിയനല്ലേ എന്ന് ചോദിക്കുകയാണേ. അതെങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നത്? എല്ലാം എനിക്കറിയാം, ശരത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുന്നിടത്താണ് കേട്ടോ എപ്പിസോഡിന്റെ അവസാനം വരുന്നത്. സച്ചി തന്നോട് ചെയ്തതിന് ആന്റണി ശ്രുതിയെ വെച്ചിട്ട് കളിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്തേക്കണേ. താങ്ക്